വിജുകുട്ടൻ ചേട്ടാ നമസ്കാരം ആൻഡ് വെൽക്കം ടു ദ ഷോ. നമസ്കാരം. നമസ്കാരം. ചേട്ടന്റെ പേഴ്സണൽ ലൈഫിൽ കണക്ട് ചെയ്യുകയായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ചേട്ടന്റെ അച്ഛനായിട്ടുള്ള ബന്ധം? അച്ഛനായിട്ടുള്ള എൻ്റെ അച്ഛൻ എന്ന് വെച്ചാൽ സാധാരണ കൂലിപ്പണിക്കാരനൊക്കെയാണ്. എങ്കിലും എനിക്ക് തോന്നുന്നു അച്ഛൻ പഠിക്കാനൊക്കെ ആണെങ്കിൽ എങ്ങനെയായാലും എത്ര ബുദ്ധിമുട്ടിയാലും അച്ഛൻ പഠിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അത് എത്ര കൂലിപ്പണിയായാലും നമ്മുടെ പണിക്കൊന്നും നിങ്ങൾ പോകണ്ട. എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വലുതാണ്. എനിക്ക് അമ്മയാണ് കുറച്ചും കൂടി സ്നേഹം എന്നൊക്കെ പറയില്ലേ, അത് എനിക്കില്ല. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വലുത് തന്നെയാണ്. അച്ഛൻ പണിയെടുത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ എന്താവും ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന്. അത് തന്നെയല്ല, ഒരു വീട് പണിത് കഴിഞ്ഞാൽ, ഒരു വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കളും അമ്മയാണ് അതിനകത്ത് കൂടുതൽ താമസിക്കുന്നത്. അച്ഛൻ രാവിലെ തന്നെ പണിക്ക് പോകും അല്ലേ? ഒന്ന് ആലോചിച്ചു. അതൊന്നും എനിക്ക് തോന്നണ അങ്ങനെ എല്ലാവരും ആലോചിക്കില്ല. മനസ്സിൽ ഭയങ്കര സ്നേഹം ഉണ്ടാവും. Inji, my meal partner. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ടോക്ക് ഓഫ് ദി ടൗൺ. ദിസ് ഇസ് അലിൻ ഷാ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആരാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിയേറ്ററുകളിൽ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ വാഴ 2 അല്ലെ. അതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച ആൾക്കാരിൽ ഒരാളാണ് വിജുകുട്ടൻ ചേട്ടാ. നമസ്കാരം ആൻഡ് വെൽക്കം ടു ദ ഷോ. നമസ്കാരം. നമസ്കാരം. ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ചേട്ടാ. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഫോൺ വിളിക്കുന്ന ആളുകളിൽ കൂടുതൽ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളാണ് കൂടുതലും. സന്തോഷമല്ലേ ഇപ്പൊ തിയേറ്ററുകളിൽ? എനിക്ക് തോന്നുന്നു വിജുകുട്ടൻ ചേട്ടന്റെ ഇന്നത്തെ ഇത്രയും വർഷത്തെ കരിയറല്ലേ, ഒരു 20 വർഷത്തിന് മേലെ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ 2006 നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും വർഷമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോ ഈ 20 വർഷത്തിന് ഇപ്പുറം ഇന്ന് ചേട്ടനെ പറ്റി ആൾക്കാർ നിറയെ സംസാരിക്കുന്നുണ്ട്. പതിവിൽ നിന്നും കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട്. വളരെ നല്ല കമന്റ്സ് വരുന്നു. സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ്. അതും ജെൻസി കിഡ്സ് ഉൾപ്പെടെ, പുതിയ പുതിയ പിള്ളേർ ഉൾപ്പെടെ, ഈ പ്രായം ഭേദമന്യേ എല്ലാവരും ചേട്ടനെ പറ്റി സംസാരിക്കണം, ചേട്ടന്റെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കണം. എന്താ തോന്നുന്നത്? ഇങ്ങനൊരു അനുഭവം നമുക്ക് എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ കൂടെ ആദ്യം അഭിനയിക്കുമ്പോഴും ഇങ്ങനൊരു ഇത്രയും ഒരു ആളുകളെല്ലാം ഭയങ്കരമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് വിളിച്ചിരുന്നു പല. പക്ഷെ ഇത്രയും ഒരു സോഷ്യൽ മീഡിയ ഒന്നും അന്നില്ലല്ലോ. അപ്പൊ അന്ന് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കാരണം മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുക, ജോഷി സാറിന്റെ ഡയറക്ഷനിൽ അഭിനയിക്കുക, പിന്നെ ബെന്നിച്ചേട്ടന്റെ സിനിമ, ലാൽ ക്രിയേഷൻസിന്റെ, അതും ഒരു ഹൈപ്പ് തന്നെയായിരുന്നു. അപ്പൊ ആ സമയത്തും ഇങ്ങനെയൊക്കെ തന്നെ, ചോട്ടാ മുമ്പ് ഇറങ്ങിയപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇതിനൊരു ഹൈപ്പ് വേറെയാണ്. കാരണം നമ്മൾ സാധാരണ ചെയ്യുന്നത് കൂട്ടല്ല. ഇങ്ങനെയും ചെയ്യോ ചെയ്യോന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു കാര്യം. പിന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനൊക്കെ തമാശയാണെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ ഒരു കാര്യം, ഗൗരവമുള്ളൊരു സാധനമൊക്കെ ചെറുതൊക്കെ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനും കൂടി ഒരു യാഥാർത്ഥ്യം, അതും കൂടി യാഥാർത്ഥ്യമാക്കിയപ്പോൾ, പക്ഷെ എനിക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് സിനിമ പോണതും. അതിൽ നമ്മൾ ഷൂട്ട് ചെയ്തെങ്കിൽ പോലും നമ്മൾ സിനിമ കണ്ടപ്പോൾ വണ്ടടിച്ചു പോയി. കാരണം അത് വിപിൻ ദാസിന്റെയും സവിന്റെയും ഒക്കെ ഉള്ളൊരു പ്രത്യേകത തന്നെയുള്ള സിനിമ തന്നെയാണ്. കാരണം നമ്മൾ അഭിനയിച്ച വേഷങ്ങൾ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ചെയ്തു വെച്ചാക്കണത്. പിന്നെ കുറച്ചും കൂടി മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വരുമ്പോ ഒരു വേറെ ഒരു വിഷൻ ആയിരിക്കുമല്ലോ സിനിമയിൽ വരുമ്പോ. എല്ലാ സിനിമ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് ഒട്ടും തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്ലേസ് ചെയ്താക്കണ ആ സ്ഥലങ്ങളും ഒക്കെ, അത് നമ്മൾ എത്ര അഭിനയിച്ചാലും ഈ സിനിമ കാണുമ്പോൾ, ഇവരുടെ സിനിമ കാണുമ്പോൾ വേറൊരു ഹൈപ്പാണ് നമുക്ക് അഭിനയിച്ചവരിക്കും. അതിലും കൂടുതൽ ഹൈപ്പായിരിക്കുമല്ലോ കാണുന്നവർക്ക്. അത് എനിക്ക് വിപിനോടും സവിനോടും അതിന്റെ പ്രൊഡ്യൂസർമാരോടും അത്, കാരണം എനിക്ക് അവർക്ക് അയ്യോ തീർച്ചയായിട്ടും. അതെ അതെ. ഓരോരുത്തരും എനിക്ക് തോന്നണ ഇതിന്റെ ഒരു ഹൈപ്പ് ഈ പറഞ്ഞുകൊണ്ട് ഒരു തമാശ രീതിയിലല്ല കാണുന്നത്. ഇപ്പൊ കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന പറയുന്ന പോലെ, അത് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് നിന്നൊക്കെ വിളിക്കുമ്പോ ചേട്ടനെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടാലും ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇനി എപ്പോ കണ്ടാലും ഒന്ന് ഞാൻ കെട്ടിപ്പിടിക്കും. എനിക്കിതിപ്പോ ചൂടോടെ തന്നെ അറിയിച്ചില്ലെങ്കിൽ അത് മനസ്സമാധാനം ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള
ഫോൺ കോളുകളാണ് വരണത്. അത് നമുക്ക് അങ്ങനെ എന്തായാലും ആദ്യമായിട്ടാണ് നമ്മള്. അപ്പൊ അത് ഞാൻ പേഴ്സണലി ഒന്ന് പറഞ്ഞോട്ടെ ചേട്ടാ, ഞാന് സിനിമ കണ്ട് പുറത്തിറങ്ങി ഇപ്പൊ നമ്മൾ വാഴ 2 പ്രൊമോഷൻ അതെ വാഴ 2 പ്രൊമോഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്ത കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് സിനിമ കണ്ടിറങ്ങിയിട്ട് ഞാൻ നമ്മുടെ ഇവിടുത്തെ മാനേജർ പ്രൊഡ്യൂസറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ എന്താ അറിയും, എനിക്ക് ബിജുക്കുട്ടൻ ചേട്ടൻ എങ്ങനെയെങ്കിലും എനിക്ക് കയ്യിൽ നിന്ന് കിട്ടണം, എനിക്ക് ആക്ച്വലി ബിജുക്കുട്ടൻ എന്നോട് സംസാരിക്കണം. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. 2 ദിവസം സമയം എടുത്ത് നമുക്കൊന്ന് കൈ കിട്ടാൻ. ഓക്കെ, അപ്പോ മൊത്തത്തിൽ ഈ പറഞ്ഞ റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോഴേ ചേട്ടാ എന്താ തോന്നുന്നത്, ലൈക്ക് നമ്മൾ തുടക്കത്തിൽ ഈ സിനിമ ചെയ്ത് വെക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ അഭിനയിക്കുമ്പോൾ നമുക്കൊരു പക്ഷെ അറിയത്തില്ല ഇത്രത്തോളം ഒരു ഹൈപ്പ് ഇതിന് കിട്ടും എന്നുള്ളത്. ഇപ്പൊ കറന്റ് എന്താ തോന്നുന്നത്? കാരണം ചേട്ടൻ ഇത്രയും വർഷത്തെ കരിയർ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ചേട്ടൻ ഈ ഹാസ്യ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കോമഡി ക്യാരക്ടേഴ്സിലാണ് നമ്മൾ നിന്നിട്ടുള്ളത്. അപ്പോ പൊതുവെ ഹാസ്യ നടന്മാരല്ലെന്നുണ്ടെങ്കിൽ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്ന് മാറി ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ഇമ്പാക്ട് ആണ്. ഇപ്പൊ സുരാജ് ചേട്ടൻ ആയിക്കോട്ടെ, സലീം ചേട്ടൻ ആയിക്കോട്ടെ, ഇന്ദ്രൻ ചേട്ടൻ ആയിക്കോട്ടെ, അവരൊന്ന് മാറി ക്യാരക്ടർ റോൾസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം പ്രേക്ഷകർ എന്നുള്ള നിലയിൽ ഒരുപാട് വലുതാണ്. അപ്പൊ ആ രീതിയിൽ നിന്ന് നോക്കി കാണുമ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നത്? ഇപ്പൊ പറഞ്ഞ ആളുകളുടെ ഒക്കെ സുരാജ് ആയാലും സലീംകുമാർ ആയാലും ഇന്ദ്രസേട്ടനൊക്കെ ആയാലും ആ മാറ്റം നമ്മൾ അവരുടെ കണ്ട്. സലീംകുമാറിന്റെ വീടിന് തൊട്ടടുത്താണ് ഞാൻ. കാരണം എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എന്നെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വലിയ ആളുകളുടെ കൂടെയൊക്കെ മിമിക്രി കളിപ്പിച്ചിട്ടുള്ള ആളാണ് സലീംകുമാർ. അപ്പൊ എപ്പോൾ ഞാൻ വീട്ടിൽ പോകും, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നോടും പറയും ബാ നീ വാ എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ ഒരു സൗഹൃദമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു മാറ്റം ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. ഫോൺ വിളിക്കുന്ന ആളുകളായാലും ഇപ്പൊ വിളിച്ച് ഇന്ന ആളാണെന്നൊക്കെ പറയും. അപ്പൊ അത്രയും ഒരു ഹൈപ്പൊന്നും അല്ല നമ്മളെ ശ്രദ്ധിച്ചു. എന്നാലും നമുക്കും ഒരു ചെറിയൊരു മാറ്റം വേണമെന്ന് ഞാൻ മാത്രമല്ല കോമഡി ചെയ്യുന്ന എല്ലാവരും വിചാരിക്കുന്ന. സീരിയസ് ചെയ്യുന്ന എല്ലാവരും കോമഡിയിൽ ഒരു മാറ്റം എന്തായാലും ആൾക്കാർ എന്തായാലും അത് ആഗ്രഹിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അതിങ്ങനെ സാവകാശം വരുവുള്ളൂ എന്ന് നമുക്കറിയാം. ഒരാളോട് പുറകെ നടന്ന് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം അത് നമ്മളെ ഇഷ്ടമല്ലാത്തതിന്റെ പേരല്ല. സിനിമ അങ്ങനെയാണല്ലോ. സിനിമ ചിലപ്പോൾ നമ്മളെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് മാറിപ്പോകാം. അതാണ് ഈ പറഞ്ഞ ഒത്തുവന്നം ഭാഗ്യം എന്നൊക്കെ പറയുന്നത്. അതാണ് ഇപ്പൊ ഈ ഒത്തു വന്നാക്കണത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ലായിരുന്നു ഇതിന്റെ ഒരു ഹൈപ്പ്. ഇപ്പൊ പറഞ്ഞ കൂട്ട് തന്നെ ആ ഹൈപ്പ് അത് വേറൊരു ലെവലാണ് നമുക്ക് കിട്ടിയത്. അത് നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളും പിന്നെ ജനങ്ങൾ നമ്മളോടുള്ള സ്നേഹം ഒക്കെയാണ്. പിന്നെ ബിപിൻ ദാസ് തന്നാക്കണ. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു കാസ്റ്റിങ്ങിൽ വേണമെങ്കിൽ എന്നേലൊക്കെ എത്രയോ വലിയ നടന്മാരുണ്ട്, വേണമെങ്കിൽ കാസ്റ്റ് ചെയ്യായിരുന്നു. ചിലപ്പോൾ അവരുടെ പ്രതിഫലം പോലും ചിലപ്പോ അല്ലെ ഒന്ന് ഇത്രയും നല്ല സിനിമയാണല്ലോ. അപ്പൊ അതൊന്നും വേണ്ടാതെ നമ്മളെ വെച്ചിട്ട് അത് നമ്മുടെ മനസ്സിലുണ്ട് ആഗ്രഹം ചെയ്യാനുള്ളൊരു ഇത്. പക്ഷെ ഇവർക്ക് അങ്ങനെ തോന്നിയത് അതാണ് അവരുടെ നല്ല മനസ്സും ഒക്കെ. ചേട്ടനെ കൊണ്ട് ചോദിച്ചോട്ടെ ചേട്ടാ, ഇപ്പോ ഒരേ ടൈപ്പ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കോമഡിയിൽ മാത്രം നമ്മളിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോഴേ എവിടെയെങ്കിലും ഒക്കെ വിഷമം തോന്നിയിട്ടില്ല? എപ്പോഴെങ്കിലും ഒക്കെ ആലോചിച്ചിട്ടുണ്ടാവില്ല, അയ്യോ എനിക്കെന്താ ക്യാരക്ടർ റോൾസ് കുറച്ച് കൂടുതൽ വരാത്ത അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള റോൾസ് ചെയ്യാൻ പറ്റാത്ത എന്നൊരു വിഷമം മനസ്സിലുണ്ടായിട്ടില്ലേ? അങ്ങനൊരു വിഷമം അങ്ങനെ എനിക്ക് തോന്നണത്, എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് വലിയ നടനല്ലെങ്കിൽ പോലും ഈ സിനിമ ഇപ്പൊ സലീംകുമാറിനൊക്കെ തന്നെ ഇപ്പൊ ഇവരെല്ലാവരുടെയും കാര്യം എടുത്താൽ തന്നെയും ഇപ്പൊ നമുക്കിപ്പോ കോമഡിയിലൂടെ വന്ന കുറെ ആൾക്കാർ കുറെ നാൾ കഴിയുമ്പോൾ കുറച്ച് നമുക്ക് ആവർത്തന കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്കും അങ്ങനെയാണല്ലോ. പുള്ളി അങ്ങനെയാണെന്ന് നമ്മൾ ഒരു പ്രേക്ഷകനായിരിക്കുമ്പോ തന്നെ നമുക്കറിയാലോ. അപ്പൊ ആ ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നു, നമുക്ക് ഗ്യാപ്പ് വരുന്നതും. പിന്നെ ഈ ഒരു ആഗ്രഹം എന്ന് നേരത്തെ പറഞ്ഞിട്ട് സിനിമയാണ്, നമുക്ക് അങ്ങനെ ടെൻഷൻ വിചാരിച്ചിട്ട് കാര്യമില്ല. എനിക്ക് അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ടാണ് ജീവിക്കണത്. മമ്മൂക്ക എന്ന സിനിമയിൽ ജോർജ് സാറും മമ്മൂക്കയും അതുപോലെ നമ്മളെ ബെന്നിച്ചേട്ടനൊക്കെ നമ്മളെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് സാധാരണ മിമിക്രി മാത്രം ചെയ്തുകൊണ്ട് അതുകൊണ്ട് ജീവിച്ചിരുന്ന ആളാണ് ഞാൻ. അത് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഉടനെ എനിക്ക് സിനിമയിൽ 2 വർഷത്തിനുള്ളിൽ സിനിമയിൽ വന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ എപ്പോഴും ജീവിക്കണത് എന്താണ് നല്ല ചെയ്യാന്നുള്ളതാണ്. അല്ല, സിനിമകൾ നമുക്ക് കുറവായിരുന്നെങ്കിൽ പോലും നമ്മൾ സിനിമ കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇതിനു മുമ്പ് വരെ ജീവിച്ചേക്കണത്. അപ്പൊ അതിനകത്തൊരു നമുക്ക് ഒന്നും ഇല്ലാണ്ടായി പോയി. നമ്മൾ സിനിമയിലും വന്ന് നമുക്കിപ്പോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ടെൻഷൻ വരും. പക്ഷെ നല്ല രീതിയിലാണ് ജീവിച്ചതാണ്. അത് കഴിഞ്ഞതിന് ശേഷം വേറെ എനിക്ക് തോന്നണം ഒരാളുടെ നിന്ന് കടം വാങ്ങിക്കേണ്ടതോ അങ്ങനെ ഒന്നും. ഞാനിപ്പോഴും ചെറിയ ചെറിയ സിനിമകളാണെങ്കിലും ഇറങ്ങാത്ത സിനിമയും അല്ലെങ്കിൽ പകുതി വെച്ചൊക്കെ ഷൂട്ട് നിർത്തുന്ന സിനിമയൊക്കെ ആണെങ്കിലും പിന്നെ പ്രോഗ്രാം അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എനിക്കൊരു വലിയൊരു കാരണം ഞാനിപ്പോ അയ്യോ ഞാൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയത് അല്ലെങ്കിൽ എനിക്ക് എന്താ വെച്ചാൽ വന്നിട്ടില്ല. കാരണം ഞാൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ പിന്നെ നല്ല രീതിയിൽ തന്നെ ജീവിക്കണം. എന്റെ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്, കുടുംബം നന്നായിട്ട് നോക്കാൻ പറ്റുന്നുണ്ട്, എന്നൊക്കെ നല്ല വീടുണ്ട്, കാറുണ്ട്. പിന്നെ ഞാൻ എന്തിനു വിഷമിക്കണം?
ഞാൻ അങ്ങനെ ആയിരുന്നില്ലല്ലോ നമ്മുടെ ജീവിതം. അതിന്റെ ആവശ്യമില്ല, അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആ തന്നൊരു കരിയർ ഞാൻ അങ്ങോട്ട് നന്നായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞതിന് ശേഷം കുറെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ ജീവിക്കുന്നത് കൊണ്ടാണ് നല്ല ഇത് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ആക്ച്വലി കേട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെ പറ്റി വിഷമിക്കുന്നതിനെക്കാട്ടിലും അതെ കിട്ടിയ കാര്യങ്ങളെ പറ്റി അതെ, സന്തോഷിക്കാന്നുള്ളതാണ്. നമ്മൾ അതല്ലേ ചിന്തിക്കേണ്ടത്. ഞാൻ സൈക്കിളിൽ നടന്നിരുന്നല്ലേ. അപ്പൊ ഇപ്പൊ കാറ് അല്ലെ അത്. അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞാല് എനിക്ക് മമ്മൂക്കിനെയും അല്ലെങ്കിൽ ജോഷി സാറിനെയും ഈ പറഞ്ഞ കൊണ്ടുവന്ന ആളുകളെയൊക്കെ വിമർശിക്കുന്ന കൂട്ടായി പോകില്ലേ. അവരിൽ നിന്ന് ഞാൻ രക്ഷപ്പെടലേ ചെയ്തത് ഇപ്പോഴും. തീർച്ചയായും. അതല്ലേ, അത് സന്തോഷം തന്നെ. എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക് വന്നിട്ടേ ഇല്ല. പിന്നെ ഇതുപോലെ ഇത്ര ഒരു ഹൈപ്പുള്ള സാധനം എനിക്ക് വരും അതും ഉണ്ടായിട്ടില്ല എനിക്ക്. പിന്നെ ഇത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും വരും നമ്മുടെ കയ്യിൽ. അപ്പൊ നമുക്ക് അങ്ങനെ ചെറിയ കഥാപാത്രം ചെയ്യാൻ ടൈമിൽ നമ്മുടെ കയ്യിൽ എത്തും എന്നുള്ളതാണ്. എത്തുന്ന. പക്ഷെ എത്തിയപ്പോ അതൊരു ഒന്നൊന്നര ഒരു 1.5 എത്തലാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ടെൻഷനൊക്കെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ അങ്ങനെ കൂളായിട്ട് നിന്നതും ഈ കൂളായിട്ട് സംഭവം എത്തിപ്പെട്ടതും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. നമ്മൾ ഈ പോത്തൻ ബാബ ചോട്ടമുമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുറെ ഇന്റർവ്യൂ നടന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്റെ പുറകെ ഒരുപാട് ആൾക്കാർ വരാനുണ്ട്. എനിക്ക് കിട്ടിയ ഭാഗ്യമാണത്. പെട്ടെന്ന് മമ്മൂക്ക കാണലും വിളിക്കലും ജോഷി സാറ് കാണലും വിളിക്കലും എല്ലാവരും ഒരൊറ്റ രൂപത്തിൽ നിന്നിട്ടേ. അത് ബെന്നിച്ചേട്ടൻ എഴുതുന്ന ആൾക്ക് വേണമെങ്കിൽ അത് വേണ്ട, ഞാൻ എഴുതിയ ആൾ അങ്ങനെയല്ല ഇത് വേണ്ടി പറയാം. മമ്മൂക്കൊക്കെ വേണമെങ്കിൽ പറയാം അത് വേണ്ട, കാരണം ഇത്രയും നാളും അത് നമ്മളായിട്ട് ചേർന്ന് പോകുമോ. ജോഷി സാറിന് പറയാം എന്റെ സിനിമയിൽ വേണ്ട. ആരെങ്കിലും ഒരാൾ റിജക്ട് ചെയ്താൽ പോകാന്നുള്ളൂ ആ സിനിമ. പക്ഷെ അത് ഭാഗ്യമാണത്. ഒരൊറ്റ രൂപത്തിൽ നിന്നുകൊണ്ട് അവൻ മതി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പൊ അതുകൊണ്ട് എനിക്കതുകൊണ്ട് മെച്ചമാണ് ഇന്ന് വരെ ഉണ്ടാക്കണം. എനിക്ക് തോന്നുന്നു ചോട്ടാവുമ്പയും നമ്മുടെ പോത്തൻ ബാവയും ആ ഒരു ഹൈപ്പിൽ തന്നെയാണ് ഇപ്പോഴും പോണത്. ഇത്ര 20 വർഷമായെങ്കിൽ പോലും നമ്മുടെ അൻവർ റഷീദിനായാലും നമ്മുടെ ചോട്ടാവുമ്പയുടെ ഡയറക്ടർ അൻവർ റഷീദായാലും അതുപോലെ തന്നെ അതിനകത്തും ബെന്നിച്ചേട്ടൻ തന്നെ എഴുതിയത് മണിമുല്ലരാജ് ചേട്ടൻ. ഇപ്പൊ ഈ 2 സിനിമയുടെ ഹൈപ്പിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും വിളിക്കുന്നതും അതൊക്കെ തന്നെയാണ്. ഇനി ഒരു പുതിയ ഹൈപ്പ് ഇതാണ്, അത് ഉറപ്പാ. അങ്ങനെ ആവട്ടെ. ചേട്ടാ, ഇതിലെ ഒരു ക്യാരക്ടറിനെ പറ്റി സംസാരിക്കുമ്പോ ഈ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ ദീപാവലിക്കും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതായത് ഒരച്ഛൻ ഇങ്ങനെ പടക്കം ഇങ്ങനെ കത്തിക്കാൻ പോകുമ്പോ അച്ഛൻ ഓടിക്കോ എന്ന് പറയുന്നു, ഓടുന്നു, വന്ന് വീഴുന്നു. അപ്പോ ഇദ്ദേഹത്തിന്റെ റീൽ ഇല്ലാണ്ട് നമുക്കൊരു ദീപാവലി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ വർഷവും ദീപാവലിക്ക് ചിലപ്പോ വിഷുവിനും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്ന ചിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ എടുക്കുന്ന ഒരു റീല്, അതൊരു റെഫറൻസ് ആക്കി വെച്ചിട്ട് അതിന്റെ ബാക്ക് എൻഡിൽ ഇങ്ങനെയും നടന്നിട്ടുണ്ടാവാം. അതായത് അദ്ദേഹത്തിന്റെ ഒരു മകനുണ്ട്, ആ മകൻ ചിലപ്പോൾ ഇന്ന് വളർന്നിട്ടുണ്ടാവാം. അപ്പോ ഒരിക്കലും ഒരു അച്ഛൻ വീഴുന്നത് ഒരു മകന് സന്തോഷമായിരിക്കില്ല, അല്ലെങ്കിൽ അച്ഛൻ ട്രോൾ ചെയ്യപ്പെടുന്ന ഒരു മകന് സന്തോഷമായിരിക്കില്ല എന്നൊരു വശം കൂടി കാണിച്ചു തന്നിട്ടുണ്ട്. ചേട്ടൻ റീല് മുന്നേ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത ആൾക്കാർ സംസാരിക്കുമ്പോ എങ്ങനെയാ ചേട്ടൻ അതിനെ റിയാക്ട് ചെയ്യുന്നത്? ഇത് ഈ റീല് ഞാൻ ഒരുപാട്, നമുക്കിപ്പോ എല്ലാവരും സോഷ്യൽ മീഡിയ, കാരണം നമ്മളും ഈ പറഞ്ഞോട്ട് സോഷ്യൽ മീഡിയ എപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് റീല് കാണലും സോഷ്യൽ മീഡിയയിൽ എന്താ നടക്കുന്നത്, നിങ്ങളുടെ ഇന്റർവ്യൂസ് ആയാലും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് കാരണം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ആ സമയത്ത് ചിലവർക്ക് അത് ചിലപ്പോൾ അത് ചിലവർ അതങ്ങനെ കാണൂല, ടി വി കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാനൊക്കെ എപ്പോഴും ഇത് കാണുന്നതുകൊണ്ട് ഈ സ്റ്റിക്കർ എനിക്കും വരാറുണ്ട്, എൻ്റെ വീഡിയോസ് വരാറുണ്ട്. ഈ പറഞ്ഞിട്ട് വിഷുവിനും ഈ പറഞ്ഞ ദീപാവലിക്കൊക്കെ ചേട്ടനെ കണ്ടിട്ട് ചിരിച്ചാണ്. എനിക്കിത് ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്കറിയില്ല ഇത് ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്കാണ് ഇത് തിരിഞ്ഞു പോണതെന്ന് അറിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ചേട്ടൻ കണ്ടിട്ടില്ല മറ്റേ നമ്മൾ പടക്കം പൊടിക്കുന്ന സാധനമില്ലേ ചേട്ടാ, ഓടി വീഴൂലേ, അത് ഒന്ന് ചെയ്യാന്ന് പറഞ്ഞത്, അതിൻ്റെ ഒരു റീക്രിയേറ്റീവ് പോലെ നമുക്കൊന്ന് ചെയ്യാന്ന് പറഞ്ഞ് അത് ചെയ്യാന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ കറക്റ്റ് ഒരൊറ്റ ഷോട്ട് കൊണ്ടൊക്കെ വീണ് റെഡി ആയിട്ട് പോന്ന്. അത് കഴിഞ്ഞപ്പം അപ്പൊ പിള്ളേരൊക്കെ വെച്ചിട്ട് കയ്യടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മോനൊന്ന് ഇത് കണ്ടിട്ടൊന്ന് ഓടി വന്നോട്ടെ, അവനൊരു ചെറിയ വിഷമം ആവുകയാണെങ്കിൽ അപ്പൊ ചേട്ടനും ഉണ്ട് ചെറിയ വിഷമം. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ ആലോചിക്ക്, ഇവന് ഇത്ര സ്നേഹം എന്റെ അടുത്തുണ്ടായിരുന്ന, അതും കൂടി ഒന്ന് തിരിച്ചറിയണം. അതായത് അത്രയും കൊച്ചു പയ്യൻ അത്രയും ചെറിയ പ്രായത്തിൽ അച്ഛൻ വീഴുമ്പോ ഇത്രയും ഇമോഷണൽ ആവാൻ, അത് കണ്ടുപിടിയാണ് പുള്ളിക്കാരൻ ഇങ്ങനെ. അപ്പൊ അതും കൂടി ഒന്ന് എടുത്താക്കാം, ആ ഈ ഒരു ഇമോഷൻ സാധനം കൂടി ചേട്ടൻ ഒന്ന് എടുത്താക്കണം. കാരണം ഇവന് ഇത്രയും ചെറുപ്പത്തിലെ അച്ഛനോട് ഇത്ര സ്നേഹം ഉണ്ടാന്നുള്ളത്. അപ്പൊ രണ്ടും ആയിട്ട് എടുത്തെങ്കിലും ഇത് പിന്നെ ട്രailerലും എനിക്ക് സോങ്ങിൽ വന്നിരുന്നു. സോങ്ങിൽ വന്നപ്പോ ഞാൻ കരുതി ഇതെന്താണ് ഇതിനകത്ത് കട്ട് ചെയ്തിട്ടേക്കണത്, കാരണം ഇത് കണ്ടതല്ലേ ഉള്ളൂ, അതിനകത്ത് വേറെ ഒന്നുമില്ല, പടക്കം പൊടിച്ച് വീഴുന്നു, അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഇട്ടാക്കണം ഇങ്ങോട്ട് ഇഷ്ടമുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ കരുതിയാണ് ഇത്രയും വലിയ സിനിമയിൽ ഇത്രയും ലെങ്ത്തുള്ള ചെറിയൊരു സോങ്ങിലും ട്രailerലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് തന്നെ ഭയങ്കര കാര്യമല്ലേ. അപ്പൊ അന്നിട്ടും ചിന്തിച്ചില്ല എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. മറ്റേ എടുത്തു വെച്ചാൽ കാര്യവും ഞാൻ മറന്നുപോയി. ഏത് സാഡായിട്ടുള്ള സാധനം, ഇമോഷണൽ ട്രാക്ക് എടുത്തു വെച്ചാൽ കാര്യവും ഞാൻ മറന്നുപോയി.
പക്ഷെ സിനിമ കണ്ടപ്പോഴാണ് ക്ലൈമാക്സിൽ നമ്മളത് വരുന്നേ. അതൊരു രക്ഷയില്ലാണ്ടായി പോയി. ആ. നമ്മളും അത്ഭുതപ്പെട്ടു പോയി. അതാണ് ഈ പറഞ്ഞ ഈ ബിബിന്റെ ബിബിൻ ദാസിന്റെ അതുപോലെ തന്നെ സവിന്റെ ഒക്കെ ഒരു പ്രത്യേകത. നമ്മളന്ന് ഞാൻ ഇതുവരെയായിട്ടും ഒന്നും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവര് പറയുന്ന പോലെ തന്നെയാണ്. എൻ്റെ ഒരു സജഷനും ഞാൻ എടുത്തിട്ടില്ല. കാരണം എനിക്ക് നേരത്തെ അറിയാം ഇവർക്ക് വേറൊരു ട്രാക്കാണ്, ഇവര് വേറൊരു മൂഡ് സീനാണ് ഇവര്. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്നും ചോദിക്കേണ്ടേ വന്നിട്ടില്ല. അവര് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കേട്ട് ചെയ്യുക. അപ്പൊ അത് കഴിഞ്ഞ് തിയേറ്ററിലേക്ക് വരുന്ന ചേട്ടൻ ഓഫ് കോഴ്സ് ആളുകളുടെ കൂടെ ഇരുന്ന് ആ ഒരു നിറഞ്ഞ തിയേറ്ററിൽ കണ്ടു കാണണം സിനിമ. ഓക്കെ, അപ്പോ ചേട്ടന്റെ സീൻസിന് വരുന്ന കയ്യടി അല്ലെന്നുണ്ടെങ്കിൽ അവസാനത്തെ കണ്ണുനീര് ചേട്ടൻ കണ്ട് നനയിച്ചോ? എന്താ തോന്നി ആ ഒരു എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും. ഞാൻ കരുതി ഞാൻ കരയൂലെന്ന് കരുതി. വീട്ടില് വൈഫും അവരൊക്കെ ചിലപ്പോ കരയും എന്നാണ് കരുതുന്നത്. പക്ഷെ എനിക്കറിയാലോ ഞാൻ ചെയ്ത എന്താണെന്നുള്ളത്. പക്ഷെ നേരത്തെ പറഞ്ഞോണ്ട് നമ്മള് ഷൂട്ട് ചെയ്താക്കണതോ നമ്മൾ അഭിനയിച്ചാക്കണതൊന്നും അല്ല. ഇപ്പൊ സിനിമ കാണുമ്പോ വേറൊരു ഹൈപ്പിലാണ് സിനിമ കിട്ടുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ BGM ഒക്കെ. അത് നമ്മള് BGM ഇട്ടൊന്നും നമ്മള് കണ്ടിട്ടില്ലല്ലോ, കണ്ടിട്ടേ ഇല്ല. അപ്പൊ എല്ലാം കൂടി വന്ന് സിനിമ കണ്ടപ്പോ നമ്മൾ കരഞ്ഞുപോയി. എന്തായാലും ഞാനൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്തിട്ട് തന്നെയാണ് കരയാൻ പറ്റിയത്. അതിക്ക് മുമ്പേ തന്നെ കുറെ തര കട്ട് കാര്യങ്ങളാണല്ലോ പോണത്. അപ്പൊ ഇങ്ങനെ അവര് അങ്ങനെ കൊണ്ടുവന്നെത്തി, പടക്കം പൊട്ടണ പോലെയാണ് കൊണ്ടുവന്നിരുത്തിയത്. കാരണം ഓരോന്നോരോന്ന് പൊട്ടിച്ച് അവസാനം കൊണ്ടുവന്നിട്ട് കൂട്ട പരിശീലനം പറയില്ലേ, മാലപ്പടക്കം. അതെ, മാലപ്പടക്കം എല്ലാം കൊണ്ടൊന്ന് കണക്ട് ചെയ്തു, ഓരോരുത്തരുടെ കഥയും അവിടെ കൊണ്ട് ചേർത്ത് വെച്ചിട്ട് ഒരു ബ്ലാസ്റ്റിംഗ് അങ്ങോട്ട് നടത്തിയിട്ട് അതിനകത്താണ് എല്ലാവരും പെട്ടുപോണത്. കുറെ നേരമൊക്കെ പിടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ മറ്റേ ബ്ലാസ്റ്റിങ്ങില് എല്ലാം തകർന്നു പോയി എല്ലാവരും. ഞാൻ കരയരുത് എന്ന് വിചാരിച്ചു, കാരണം അടുത്തൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്, തൊട്ടടുത്ത് ഇപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്, ഇപ്പുറത്തൊരു പെൺകുട്ടി ഉണ്ട്, കരയാൻ പാടില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. അവസാനം കരയാണ്ടിരുന്ന് ക്ലൈമാക്സ് ആയപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ഇങ്ങനെ പെയിൻ തുടങ്ങി. പിന്നെ ഞാൻ അതങ്ങ് വിട്ടു. നമ്മളും ഈ പറഞ്ഞോട്ട് ഈ നമ്മളിരുന്ന് കരയുമ്പോ രണ്ട് ഇത് വരും. അവന്റെ സിനിമ കൊണ്ട് അവൻ നിന്ന് കരയണം, അവൻ അപ്പൊ അങ്ങനെ വിചാരിക്കുമല്ലോ. ഇപ്പൊ വീഡിയോ ഒക്കെ എടുക്കുമല്ലോ ആളുകൾ. അപ്പൊ അങ്ങനെയും വരരുതെന്ന് എനിക്ക്. കാരണം അപ്പൊ ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. കാരണം ആരെങ്കിലും ഒരാൾ ഇന്ന് കരയാനായിട്ട് സ്വന്തം പടത്തിന് പ്രമോഷൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ അത് നമുക്കറിയാലോ അങ്ങനെ വരും. അപ്പൊ ഞാനത് മാക്സിമം ഇല്ലാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ അവസാനം ഞാൻ ഇങ്ങനെ ഒന്ന് ചാരി ഇരുന്ന് ഇങ്ങനെ. അപ്പൊ ഇവിടെ മഴയൊക്കെ വരാം. അപ്പൊ വന്ന് കണ്ണുടച്ച് ഇങ്ങനെ നോക്കിയ വൈഫൊക്കെ കരയാറുണ്ട്. പിന്നെ അതല്ല എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത്, നമ്മുടെ ഫ്രണ്ടില് എല്ലാവരും ഇപ്പൊ 10 പേര് 15 പേര് 20 പേരൊക്കെ ആയിട്ട് ജെൻസി പിള്ളേരെ കയറുന്നത്. അവരൊരു കൂട്ടൻ ടീമായിട്ട് ഇങ്ങനെ വന്നങ്ങോട്ട് ഫില്ലായാണ്. അപ്പൊ ഇവര് ഈ പറഞ്ഞോട്ട് ആഷിറൊക്കെ വന്നു കഴിഞ്ഞാല്, ഇവര് 4 പേരും വന്നു കഴിഞ്ഞാല് പിന്നെ ലാലേട്ടനും മമ്മൂക്കൊക്കെ വന്ന പോലെയാണ്. ഇവര് പേപ്പർ വലിച്ചെറിയ, പിടിക്കുക, ഇടിക്കുക. കാരണം അത്രക്ക് സന്തോഷമാണ്. നമ്മളെ സോറി കേട്ടോ, ഞാൻ അവന്റെ പേര് നമ്മുടെ അലിനും അല്ലല്ല അജിനും, അജിന്റെ ചേട്ടൻ ദേവരാജൊക്കെ വരുമ്പോ വേറൊരു മൂഡാണ് ഇവർക്ക്. ദേവരാജും അജിന്റെ ഒക്കെ ഇൻട്രൊഡക്ഷൻ അല്ല, മണിച്ചേട്ടന്റെ ആ പാട്ടിലെ വന്ന അതൊരു ദേവരാജ് വേറൊരു ലെവൽ ആളാണ് കേട്ടോ. അത് വേറൊരു ആക്ടറാണ്. അത് ഭയങ്കര രസമാണ്. കാരണം പുള്ളിയുടെ വരവ് തന്നെ കണ്ടറിയാല. ഇവരെയൊക്കെ കാണുമ്പോ ഫസ്റ്റ് ഹാഫ് ഇവരങ്ങ് മാറുമാതിയാണ്. ഐസ്ക്രീം വാങ്ങിച്ചതിന് പിന്നെ വന്നേക്കല് ബഹളോട്. പിന്നെ രണ്ടാമത് തുടങ്ങിയപ്പോഴും കുറെ സമയം ഇങ്ങനെ. പക്ഷെ ഒരു 25 മിനിറ്റ് അത് എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. ഇവർക്ക് സാധാരണ പറഞ്ഞാല് ഇമോഷൻസ് ഇല്ല എന്നൊക്കെയാണ് നമ്മൾ എല്ലാവരും കരുതുന്നത്. ഇവരുടെ എന്താണ് ഇവര് ജെൻസി കിഡ്സിന് അവർക്ക് ഇങ്ങനെ കരയാൻ തോന്നിക്കില്ല, അവരെപ്പോഴും അടിച്ചുപൊളിയാണ്. പക്ഷെ ഈ സിനിമ കണ്ടിട്ട് ചിലവർ ഇങ്ങനെ താന്ന്, ചിലവർ ക്യാപ്പ് താത്തി നോക്കണം, ചിലവർ മൊബൈലിൽ സ്ക്രീനിലേക്ക് നോക്കുന്നുണ്ട്. ഒറിജിനലാണ്. പക്ഷെ ഇവരെ ഞാൻ ഒരിക്കലും കണ്ണീര് വരുമെന്ന് കരുതിയിരുന്നില്ല. അതെനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി. കാരണം നമുക്കൊരു ഏജ് കഴിയുമ്പോൾ അച്ഛനായി കഴിഞ്ഞാലും അച്ഛനാവുമ്പോഴാണ് അച്ഛന്റെ വിഷമമൊക്കെ മനസ്സിലാവും. അപ്പൊ നമുക്ക് പെട്ടെന്ന് റിലേറ്റഡ് ആവും. പക്ഷെ ഇവർക്ക് എങ്ങനെയാ, അത് ഞാൻ അതിശയിച്ചു പോയി. അതിനകത്ത് വിപിൻ ദാസിനെ ശരിക്കും പറഞ്ഞൊരു സത്യമാണ് ചേട്ടാ. ഈ സിനിമ കണ്ടിറങ്ങി എല്ലാവരും പറയുന്നൊരു കാര്യം, അത് ഒരു ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, ഏത് പ്രായമുള്ള ആളായിക്കോട്ടെ, ഇപ്പൊ ജെൻസി ആയിക്കോട്ടെ, ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ 80s 90s കിഡ്സ് എങ്ങനെ ആയിക്കോട്ടെ, ഈ സിനിമയിൽ ഏതെങ്കിലും ഒരു മൊമെന്റ് എങ്കിലും അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണെന്നൊരു സത്യം. അപ്പോ എന്റെ ലൈഫിൽ ഇപ്പൊ വാഴ 2 എടുക്കുവാണെന്നുണ്ടെങ്കിൽ
കുറച്ചധികം മൊമെന്റ്സ് എന്റെ ലൈഫിൽ പേഴ്സണലി ഉണ്ടാവും. നടന്നൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമുക്കത് പേഴ്സണലി ഒരുപാട് റിലേറ്റ് ചെയ്യും. ചേട്ടന്റെ വാഴ 2 മൊമെന്റ് ഇൻ ലൈഫ് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ ഏതായിരിക്കും പറയാം, അല്ലെങ്കിൽ ഏതൊരു സീൻ ആയിരിക്കും പറയാം? എനിക്ക് തോന്നുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഈ നമ്മളെ സ്കൂള് ടോർച്ച് എടുത്ത് നോക്കില്ലേ, എടാ നമ്മൾ പകല് കാണുന്ന പോലെ ഈ സ്കൂള് കാണാൻ അതിലുണ്ടോ അത്? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ മോഷ്ടിക്കാനൊന്നുമല്ല. എനിക്ക് ഒരു ദിവസം ഈ യൂത്ത് ഫെസ്റ്റിവലിന് തലേ ദിവസം റിഹേഴ്സൽ ചെയ്യാൻ ചാവി തന്നിരുന്നു ആ. എന്റെ കയ്യില്. ആ. പക്ഷെ നമ്മളിങ്ങനെ കയറി ടോർച്ച് ഉണ്ടായിരുന്നു. നമ്മള് ഈ ഇത് സെയിം സാധനമായിരുന്നു. നമ്മള് ഇരുട്ടിൽ കാണുമ്പോഴേ, നമ്മൾ ഇരുട്ടിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നല്ല, അവിടെ പോകണ്ട. അല്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിതൊരു റൂം തുറന്നു തരാനായിട്ട് ഗേറ്റിന്റെ കീ നമുക്ക് തന്നു. അത് പിന്നെ നമ്മളൊരു 4-5 പേരല്ലേ ഉള്ളൂ. പിറ്റേ ദിവസം ഒരുപാട് ഒച്ചയും ബഹളവും സാറുമാരെ അടിക്കലും പിടിക്കലും, അവിടെ ഭയങ്കര നിശബ്ദതായിട്ടിരിക്കല്ലേ. അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ആ ഒരു നൊസ്റ്റാൾജി എനിക്ക് നന്നായിട്ട് വന്നിരുന്നു. അത് ഭയങ്കര രസമാണ്. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, സാറുമാര് തല്ലാനില്ല, ഓടിക്കാനില്ല, പഠിക്കാൻ ടെൻഷൻ ഇല്ല, ഒന്നുമില്ല. അപ്പുറത്തെ ക്ലാസ്സിൽ നമുക്ക് കയറാൻ പാടില്ല, അപ്പുറത്തെ ക്ലാസ്സിൽ കയറിയിരിക്കാം നമുക്ക്. അങ്ങനെയൊക്കെ അത് ഭയങ്കര രസമാണ്. ആ സ്കൂൾ കാലഘട്ടത്തിൽ +2ന്റെ അതില്ലെന്ന് മാത്രമേ ഉള്ളൂ, അനുഭവം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. സ്കൂൾ കാലഘട്ടത്തിൽ അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നു. പിന്നെ അച്ഛന്റെ കഥാപാത്രം വന്നപ്പോൾ നമുക്കും അതും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നു. അത് ചേട്ടാ, സിനിമ കണ്ടിറങ്ങിയ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് കുറെ നാളിന് ശേഷം കണ്ട ഒരു സിനിമ. അതായത് ചിരിപ്പിക്കാനുണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, ഫസ്റ്റ് ഹാഫ് നമ്മൾ ഫുള്ള് ചിരിച്ചു. ചിന്തിക്കാനുണ്ടോന്ന് വെച്ചാൽ ചിന്തിച്ചു. പ്ലസ് ഈ നമ്മുടെ പല സിനിമകളിലും ഒരു ടീനേജ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോളേജ് പ്രായം, ആ ഒരു കാലഘട്ടത്തിലെ ആൾക്കാർ ചെയ്യുന്ന നോട്ടിനെസ് അല്ലെങ്കിൽ വികൃതിയെ നല്ല ലൈം ലൈറ്റിൽ കാണിക്കുന്നുണ്ട്. ഇത് അങ്ങനെയും കാണിക്കുന്നുണ്ട്, എന്നാൽ അതിന്റെ മറുവശവും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതെ, കരയിപ്പിക്കുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഉണ്ട്. എല്ലാം ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോ എന്താ ചെയ്യണം, അതിനെ പറ്റി പറയാനുള്ളത്? അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് സാധാരണ നമ്മള് അത്യാവശ്യം നല്ല സിനിമയാണെങ്കിൽ ജനങ്ങളോട് കാണാൻ പറയും. അതിനകത്ത് നല്ല മെസ്സേജ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല കോമഡി ഉണ്ട്, അല്ലെങ്കിൽ നല്ല കഥയുണ്ട്, ഫാമിലി, അങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്ക് ഇതിനകത്ത് തോന്നിയൊരു അതിശയം എന്ന് പറഞ്ഞാല്, ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഒരു സിനിമ കണ്ടതിന് ശേഷം ആ സിനിമ കണ്ടവര് ഇപ്പൊ ബ്ലോഗേഴ്സ് ആണെങ്കിൽ അവരുടെ ബ്ലോഗിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ അങ്ങനെ കണ്ടന്റ് പിടിച്ചിട്ട് ചെയ്യുന്നവരാ. പക്ഷെ സാധാരണക്കാര് വന്നിട്ട് പ്രിയമുള്ളവർ, ഈ സിനിമ ഞാൻ കണ്ടട്ടാ, ഒരു രക്ഷയില്ല, നിങ്ങളൊന്ന് പോയി കാണണോട്ടാ, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഓർമ്മ വന്ന്, ഞാൻ നാളെ പോകുന്നുണ്ട് അച്ഛനും അമ്മയായിട്ട്. അത്രക്ക് അത് സാധാരണക്കാരാണ്, സിനിമ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ പറയണ്ട. അതുപോലെ തന്നെ പിറ്റേ ദിവസം വന്നിട്ട്, ഞാൻ ഇന്നലെ കണ്ട അച്ഛനമ്മനെ ഉൾപ്പെടുത്താൻ, അല്ലെങ്കിൽ ചേട്ടനും ചേച്ചിനെ ഉൾപ്പെടുത്താൻ പറ്റില്ല, ഞാൻ ഇന്ന് രണ്ടുപേരായിട്ട് വന്നിട്ടാ, അങ്ങനെ കാണാൻ പറ്റുള്ളൂ, എല്ലാവരും ഒന്ന് കാണണോട്ടാ. അന്ന് നമ്മൾ ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ സിനിമയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ വന്ന് പറയും, ഡയറക്ടർ വന്ന് പറയും, അതിൻ്റെ ക്യാമറമാൻ, അല്ലെങ്കിൽ അങ്ങനെ പ്രൊഡ്യൂസർമാർ വന്ന് പറയാറുണ്ട്, നടന്മാർ വന്ന് പറയാറുണ്ട്. പക്ഷെ സാധാരണപ്പെട്ട ഓഡിയൻസ് വന്ന് ഈ കാണാത്തവരുണ്ട്, ജനങ്ങൾ അത് പറയണ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയേക്കണത്. അങ്ങനെ ചേട്ടാ, ഈ ഹാഷിറിന്റെയും ടീമിന്റെയും അവരുടെ ഒരു കഥ എടുക്കുകയാണെന്നുണ്ടെങ്കിലേ, അവര് വർഷങ്ങൾക്ക് മുന്നേ അവര് ചെറിയ ചെറിയ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തപ്പം ആദ്യമൊക്കെ ജനങ്ങൾക്ക് അവരെ ഇതെന്താ പുതിയൊരു സ്റ്റൈൽ ഓഫ് ആക്ടിങ് അല്ലെങ്കിൽ പുതിയൊരു സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ, അത് പെട്ടെന്ന് അവർക്കൊന്ന് അംഗീകരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നെ അവർക്ക് ചേട്ടാ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പൊ നമ്മൾ മമ്മൂക്കനെ മോഹൻലാലിനെയൊക്കെ സ്നേഹിക്കുന്ന പോലെ അത്രയും സ്നേഹം ആൾക്കാർ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ്. അവരുടെ സ്നേഹം, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ഒത്തൊരുമയൊക്കെ അവരുടെ വീഡിയോസിലും കാണാം, അത് നമുക്ക് സിനിമയിലും കാണാം. ആൻഡ് പേര് പോലും മാറ്റാണ്ട് ഈ സിനിമയിലേക്ക് വരുന്നു. ആൻഡ് അവരത് രജിസ്റ്റർ ചെയ്ത് പോയി. അതായത് ഞാൻ ഹാഷിറാണ്, അല്ലെങ്കിൽ ഞാൻ അജിനാണ്, അലനാണ്, വിനായക് ആണെന്നുള്ളത് അവർ എഴുതി ഒപ്പിട്ട് അവരുടെ ഒരു സിഗ്നേച്ചർ അവിടെ പതിപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവരുമായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്, അതായത് സിനിമയിലല്ലാണ്ട് സിനിമയുടെ പിന്നണിയിലും, അത് ബിഹൈൻഡ് ദ സീൻസ്, എങ്ങനെയായിരുന്നു അവരുമായിട്ടുള്ള റാപ്പ്, അവരുമായിട്ടുള്ള ഒരു സൗഹൃദം, സ്നേഹം, അതിനെപ്പറ്റി ഒന്ന് പങ്കിടാവും? ഞാനപ്പോൾ ആദ്യം കരുതിയിരുന്നത്, അവരിങ്ങനെ തന്നെ ഭയങ്കര ഫ്രീ ആണ്, ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഒരു സാധാരണക്കാർ പോലെയാണ്. അപ്പം ഞാൻ ആദ്യം കുറേ നാളുകൾ ഇങ്ങനെ കരുതിയിരുന്നത്, നമ്മൾ നല്ലൊരു അച്ഛൻ, അവർ നല്ല കുട്ടികൾ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നു, ഞാൻ അവരോട് പെരുമാറുന്ന ഒരു സുഹൃത്തിനെ പോലെയാണ്, അവരെന്നോടും സുഹൃത്തിനെ പോലെയാണ് പെരുമാറുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചില ആളുകൾ ഇങ്ങനെ ആ ക്യാരക്ടറായിട്ട് മാറൂലേ, അതിനാണെന്നാണ് കരുതിയത്. പക്ഷെ അങ്ങനെ അതല്ല, അവർ ശരിക്കും അങ്ങനെ തന്നെയാണ്. അവര് ഇപ്പോഴും ഇതിനു വേണ്ടി ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റിലീസായി, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്തോ ഭയങ്കര സക്സസ് ആയിട്ടിരിക്കുകയാണ്. എങ്കിലും തിയേറ്റർ വിസിറ്റിങ്ങിന് പോകണം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും, ചേട്ടാ ഇന്നലെ രാത്രിയാണ് ചേട്ടാ വന്നത്, ഇപ്പോഴേ എഴുന്നേറ്റുള്ളൂ,
അവര് ഭയങ്കരമായിട്ടുള്ള ഓ ഓ യ്യോ, അതൊന്നുമില്ല. അവരിപ്പോഴും അത് ഈ പറഞ്ഞിട്ട് ഡയറക്ടറും അതെ, ഇതിന്റെ പ്രൊഡ്യൂസർമാരും അതെ, ഈ വിപിൻ ബ്രോ അങ്ങനെയൊക്കെ തന്നെയാണ്. ആ ഒരു വലിയ അട്ടഹാസമൊന്നും കാണാനില്ല. ആ കാരണം ആ ബിബിനൊക്കെ ചിലപ്പോ ഇതായിരിക്കും അവര് ഉദ്ദേശിച്ച ഫീഡ്ബാക്ക് ചിലപ്പോൾ ഇതായിരിക്കാം, നമ്മളാരും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഇവര് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ചാലും ഡബ് ചെയ്യണ സമയത്ത് വിളിച്ചാലും അന്നേരത്തെ ക്യാരക്ടർ വേണ്ടല്ലോ, വിടാലോ, ആ സമയത്തും ഇത് തന്നെ ഒരു കൂൾ മൈൻഡാണ് അവർക്ക്. ആണ്. ആ തമാശയും കാര്യങ്ങളും ഒക്കെ കളിച്ചിട്ടുള്ള നമ്മള് റീലിൽ എന്താ കാണുന്നത് അത് തന്നെയാണ് അവരുടെ ജെന്യൂൻ ക്യാരക്ടറും. ഇത് അവസാന ക്ലൈമാക്സിന് ചേട്ടൻ ശരിക്കും യു കെയിൽ പോയോ അത് ഷൂട്ട് ചെയ്യാൻ? ജോർജിയെ പോയാൽ ഓ ജോർജിയയിലായിരുന്നു. ഓക്കെ ഓക്കെ. ജോർജിയയിൽ ആ പോയിട്ട് ആ എന്നോട് പറഞ്ഞിരുന്നത് ആ മടി കിടക്കുന്ന ഒരു സാധനം അത് 3 ഷോട്ടായിട്ടുള്ളത്. ആ നേരത്തെ പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. ആ അപ്പൊ ഞാൻ നമുക്ക് കുറച്ചിവിടെ ഈ ചില ചാനലിലൊക്കെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വരണോ, അത് നമുക്ക് ഇവിടെ എടുത്താൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ല ചേട്ടാ അത് അവിടെ തന്നെ വരണം. പിന്നെ ഞാൻ വേണ്ടിയിട്ടില്ല, കാരണം നമുക്കറിയാലോ ഇവരുടെ അതെ ചോയ്സ് അതെ എന്താണെന്ന്. അതെ ഞാൻ അതെ അത്രയും ദൂരം പോകണതുകൊണ്ടും അതെ. പിന്നെ ഇവരുടെയൊക്കെ ഒരു അതാണ് ഇതിനകത്തെ പ്രൊഡ്യൂസറൊക്കെ സമ്മതിക്കണമെന്ന് പറയും. 2 ഷോട്ട് എടുക്കാൻ വേണ്ടി 5 ദിവസം എന്നോട് കൊണ്ടു നിർത്തി എന്നുള്ളതാണ്. ആ അപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്നും അങ്ങനത്തെ ഒരു വിഷയം, അങ്ങനെ ഒരു സിനിമക്ക് എന്താണ് ആവശ്യം അത് അവര് പൈസ മുടക്കാൻ തയ്യാറാണ്. അതിനകത്ത് ഒരു പിശുക്കൊന്നും പിശുക്ക് എല്ലാവർക്കും ഉണ്ടെന്നെല്ലാം പറഞ്ഞത്, എന്നാലും അത് വേണോ എന്നൊക്കെ ചോദിക്കൂലേ. അല്ലെങ്കിൽ ഇത് ബിജുവിനെ അവിടെ വരെ കൊണ്ടുവന്നോ എന്നൊക്കെ ചോദിക്കൂലേ. അത് ഇതിനകത്ത് കണ്ടിട്ടില്ല. അപ്പൊ പ്രൊഡ്യൂസർ സൈഡിലായാലും എന്നെ പ്രൊഡ്യൂസറെ വിളിക്കണം, ബിജു എന്തായാലും വന്നോട്ടെ അത്. അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം. 3 ഷോട്ടേ ഉള്ളൂ, 3 ഷോട്ട്. അപ്പോൾ വേണമെങ്കിൽ നമ്മൾ അവിടം വരെ കൊണ്ടുവന്നതിന് ശേഷം ഒരു ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. ആ ദിവസം അന്ന് വന്നിരിക്കും, നമുക്ക് എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുക്കാമല്ലോ, ഇവിടം വരെ വന്നല്ലേ. അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടി വരണ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സീനിലെ ഒരു സീക്വൻസ് നമുക്ക് എടുത്തിട്ടാക്കാം സോങ്ങിലൊക്കെ. ഒന്നുമില്ല, ഈ പറഞ്ഞ 3 ഷോട്ടല്ലാണ്ട് അതിനുവേണ്ടി മാത്രം. എടുത്തിട്ടേ ഇല്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കണേ നമുക്ക് എന്തെങ്കിലും എടുക്കാൻ. ഒന്നുമില്ല കേട്ടോ, അത് മാത്രമേ ഉള്ളൂ. അല്ല ഞാൻ ഉണ്ടല്ലോ ഇവിടെ. വലിയ വേറെ എടുക്കാനുണ്ട്, ഇത് ചേട്ടൻ ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതാണ് ഈ വേറൊരു അത്ഭുതം എന്ന് പറയാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം കുറെ വേണമെങ്കിൽ എന്തെങ്കിലും ആപ്റ്റായ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഒന്നും എടുത്തിട്ടില്ല. അതത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മള് മാതൃത്വം അല്ലെങ്കിൽ പിതൃത്വം അതിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോ അച്ഛന്മാരുടെ സ്നേഹം എനിക്കൊന്ന് ലോകത്തുള്ള എല്ലാ അച്ഛന്മാർക്കും മക്കളുടെ സ്നേഹം തന്നെയാണ്. അത് ഉള്ളിലുള്ള സ്നേഹം അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ പലതരത്തിലുള്ള അച്ഛൻ മകൻ ബന്ധങ്ങളുണ്ട്. ചില അച്ഛന്മാര് ചില അച്ഛൻ മകനോട് വളരെയധികം ഫ്രണ്ട്ലി ആയിരിക്കും, ഒരുപാട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ചില എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തമ്മിൽ സംസാരിക്കില്ല, ചിലപ്പോൾ വർഷങ്ങളായിട്ട് സംസാരിക്കാറുണ്ടാവില്ല, സ്നേഹം ഉള്ളിലുണ്ടാവും. ചിലർക്ക് ഇതേപോലെ ചില ഈഗോ ക്ലാഷോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. ഓക്കെ, പലതരത്തിലുള്ള അച്ഛൻ മകൻ ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഈ സിനിമയിലും നമ്മള് 4 ഫാമിലി എടുക്കണമെന്നുണ്ടെങ്കിൽ 4 വീട്ടിലുള്ള അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഡിഫറെന്റ് ആണ്, അല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ പേഴ്സണൽ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ളതോ നമ്മുടെ വീട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലോ ഒക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ചേട്ടാ എത്രത്തോളം മനോഹരമാണ്, ചേട്ടനൊരു അച്ഛനാണ്, ചേട്ടനും ഒരു അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോ സോ ഇത് എങ്ങനെയാ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? ആൻഡ് ഫാദർഹുഡ് എന്ന് പറയുന്ന ഒരു ഫേസ്, അതിനെപ്പറ്റി ചേട്ടൻ എന്താ പറയാനുള്ളത്? അല്ല, ഈ പറഞ്ഞുകൊണ്ട് ഈ എല്ലാ ഫാദറും ഗുഡ് തന്നെയാണ്. ചിലവർക്ക് അത് കാണിക്കാൻ പറ്റില്ല. അതിലെനിക്ക് തോന്നുന്നത് ഒരു 100% എടുത്തു കഴിഞ്ഞാൽ ഒരു 2%, 3%ഒക്കെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അവർ കല്യാണം കഴിച്ചിട്ടും ഈ പറഞ്ഞിട്ടും മക്കള് നമുക്ക് നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ചില കൂട്ടുകാരന്മാരെ കൂടി എടാ വേണ്ടട്ടാ, അവൻ്റെ അച്ഛനുള്ളപ്പോൾ ചെല്ലണ്ടെന്ന് പറയും. കാരണം അച്ഛൻ ചിലപ്പോൾ എന്തിനാ വന്നത് എന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ ഉള്ളിൽ സ്നേഹം ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ ഇതിനകത്തൊരു അച്ഛൻ കാണിച്ചു വിട്ട് നമ്മളെ വിറ്റ് പൈസ ഉണ്ടാക്കണ അച്ഛന്മാരും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പലതരത്തിലുള്ള അച്ഛന്മാരുണ്ട് അങ്ങനെ. ചിലപ്പോൾ ഒക്കെ നമ്മൾ പല ക്യാരക്ടറും കണ്ടിട്ടുണ്ട്. മക്കള് ആ വഴിക്ക് ഇറന്നോട്ടെ, എനിക്ക് എൻ്റെ കാര്യം എന്നൊക്കെ പറയുന്ന എല്ലാം മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മള് പരമാവധി നല്ല അച്ഛനാവാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ എല്ലാ അച്ഛന്മാർക്കും ഇങ്ങനെ എന്താണ് കൂടുതൽ എക്സ്പ്രസ് ചെയ്ത് ഇങ്ങനെ അത് പറയാനായിട്ടൊരു, കാരണം അവർക്ക് അവരുടേതായ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വലുതാണ്. എനിക്ക് അമ്മയാണ് കുറച്ചും കൂടി സ്നേഹം എന്നൊക്കെ പറയില്ലേ, അത് എനിക്കില്ല. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വലുത് തന്നെയാണ്. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ അത്യാവശ്യം വെള്ളമൊക്കെ അടിക്കുന്ന ആളാണ്.
അങ്ങനെ ഒരു കാരണം അച്ഛൻ എന്ന് പറഞ്ഞാല് പണിക്കൊക്കെ പോയി വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കള്ളുഷാപ്പിൽ പോയി അങ്ങനത്തെ ഒരാളാണ്, അല്ലാണ്ട് രാവിലെ ഒന്ന് കുടിക്കുന്ന ആളൊന്നുമല്ല. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അച്ഛന് ആരെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്ക് അച്ഛനും അമ്മനെയും തന്നെയാണ്. ഒരുപോലെ ആ ഇഷ്ടം. അമ്മമ്മ ആ 9-10 മാസം ചുവന്ന് പ്രസവിച്ചെന്ന് പറഞ്ഞാൽ ഈ ചുവന്ന് കഴിഞ്ഞാൽ അച്ഛൻ അമ്മനെ പ്രഗ്നന്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം അച്ഛൻ നാട് വിട്ട് പോയി ഒന്ന് ആലോചിച്ച് വെച്ചൊന്ന് അതെ നമ്മളുണ്ടാവോ? അതെ അച്ഛൻ പണിയെടുത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ എന്താവും? അതെ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന്. അത് തന്നെയല്ല, ഒരു വീട് പണിത് കഴിഞ്ഞാൽ, ഒരു വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കളും അമ്മയാണ് അതിനകത്ത് കൂടുതൽ താമസിക്കുന്നത്. അച്ഛൻ രാവിലെ തന്നെ പണിക്ക് പോകും അല്ലേ? ഒന്ന് ആലോചിച്ചു. അതൊന്നും എനിക്ക് തോന്നണ അങ്ങനെ എല്ലാവരും ആലോചിക്കില്ല. മനസ്സിൽ ഭയങ്കര സ്നേഹമുണ്ട്. അത് ഈ ടെൻഷനും കാര്യങ്ങളും മല മറിക്കണ പണി, പാറ പൊട്ടിക്കണ ആളുകളൊക്കെ ഒന്ന് ആലോചിച്ചു. എന്ത് ടെൻഷനിലാണ് അവർ, എന്ത് റിസ്ക് ഉള്ള പണിയാണ് അതൊക്കെ. പൊട്ടിച്ചൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് ചിലപ്പോൾ തമാശ പറയാൻ നേരം ഉണ്ടാവില്ല. പിറ്റേ ദിവസം പോണ സമയത്ത് വൈഫ് കരുതണതും, അല്ലെങ്കിൽ എല്ലാവരുടെ കേസിലായിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ എന്താ പറഞ്ഞത്, ഇപ്പോഴത്തെ കാലഘട്ടം അറിയാല്ല, മക്കൾക്ക് വിശ്വസിച്ചിരിക്കാൻ പറ്റാത്ത അച്ഛന്മാരുണ്ട്, അമ്മമാരുണ്ട് അല്ലേ? അതെ 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 അപ്പൊ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നായിരിക്കും. ഇപ്പൊ പിടിക്കാനൊക്കെ സുഖമുള്ളത് കൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് അറിയുന്നു. അറിയുന്ന കൊണ്ടും അങ്ങനെ അതെ ഉണ്ടെന്ന് അതെ നമുക്ക് നേരത്തെ ഉണ്ട് അങ്ങനെ. അതെ പക്ഷെ എല്ലാ അച്ഛന്മാരും എല്ലാ അമ്മമാരും അങ്ങനെയല്ല. അമ്മമാരെല്ലാം താത്തി പറഞ്ഞല്ല. ഞാൻ ഈ 10 മാസം ചുവന്ന് പ്രസവിക്കുന്ന പറയുമ്പോ അത് എനിക്ക് ഇത്തിരി സ്നേഹം അമ്മനോട് അങ്ങനെയല്ല, എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മനോടും ഒരേ സ്നേഹമാണ്. അതെ. ഞാനെപ്പോഴും ഇപ്പൊ വലുതായിട്ട് പറഞ്ഞിട്ട് ആൾക്കാർ എന്റെ പൊന്നെ ചേട്ടന് ഈ സിനിമയിലെ കഥാപാത്രം ഉണ്ടല്ലോ ചേട്ടാ, അത് വളരെ എന്താ പറയാ, ഭയങ്കര സ്വീറ്റ് ആയിട്ട്, ഭയങ്കര ജെന്യൂൻ ആയിട്ട്, വളരെ സാധാരണക്കാരിൽ സാധാരണക്കാര് മനുഷ്യൻ, ദൈവത്തിൽ വിശ്വസിക്കുന്ന, പൂജകൾ ചെയ്യുന്ന, എപ്പോഴും ഒരു കുറിയൊക്കെ ഇട്ട് നടക്കുന്ന, നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ ഒരുപാട് കണ്ടിട്ട് പരിചയമുള്ള, എവിടെയൊക്കെയോ കണ്ടുമറന്ന ഒരു മുഖമാണ്. അതുപോലെ എന്താ, വൈദ്യത്തിൽ വിശ്വസിക്കുന്ന, കഷായങ്ങൾ കുടിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഓക്കെ, ഈ ചേട്ടൻ ഈ ക്യാരക്ടറിലോട്ട് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചേട്ടൻ ആ ക്യാരക്ടർ കൺസീവ് ചെയ്തത്? എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടായില്ല എന്ന് പറയുമ്പോ ആൾക്കാർ എന്തോ വലിയ ഇവനൊക്കെ നിസ്സാരമാണ് അതായത്. പക്ഷെ അങ്ങനെ ഒരു ടെൻഷൻ തന്നിട്ടില്ല അവര്. ഈ ബിപിൻ ദാസ് അങ്ങനെ ഷൂട്ടിങ്ങിന് ഒരു പ്രാവശ്യമാണ് വിപിനെ ഞാൻ കണ്ടാക്കണത്. എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലേക്ക് പോയ സമയത്ത് വെറുതെ കയറിയാണ്. അന്ന് കണ്ടാണ്. പിന്നെ വിപിനെ കണ്ടിട്ടേ ഇല്ല. പിന്നെ റിലീസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിന്റെ പ്രമോഷനാണ് കണ്ടാക്കണം. പിന്നെ സബിൻ എന്ന് പറഞ്ഞാൽ അയ്യോ ചേട്ടാ, ചേട്ടൻ വാഴ ഫസ്റ്റ് കണ്ടിട്ടില്ലേ? അത് മറ്റവര് ചെയ്തു വെച്ചാൽ കണ്ടില്ലേ? അതിന് മോളിൽ പോണം, അല്ലെങ്കിൽ അതിന്റെ അടുത്ത്. ഇങ്ങനെ ഒന്നും ഇല്ലല്ലോ. ആകെ പറഞ്ഞാക്കണമെന്ന് വെച്ചാൽ നല്ലൊരു അച്ഛൻ. അവസാനം അച്ഛൻ കൈവിട്ട് പോകുമ്പോൾ, അച്ഛൻ മരിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ഇമോഷണൽ ഒരു ദുഃഖം കാര്യങ്ങൾ അത് നമുക്ക് ജനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്നോട് അങ്ങനെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ വേറെ അവര് പറയണത് തന്നെ ചെയ്താക്കണത് കൊണ്ടും എനിക്ക് വേറെ അങ്ങനെ ഭയങ്കര വലിയ ഹാർഡായിട്ട് തോന്നിയില്ല കേട്ടാ. പിന്നെ എനിക്ക് തോന്നി കാണുമ്പോഴാണ് ഇത്രയും അപ്പൊ എനിക്ക് തോന്നണത് ഇത് കുറേയും കൂടി എന്നെ അങ്ങോട്ട് സ്ട്രെസ് ചെയ്യിപ്പിച്ച് അത് ഒട്ടും വരില്ല. അത് കൂൾ മൈൻഡിൽ വിട്ടാകണോണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയാണത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞു വിട്ടൊക്കെ ഇതെന്ത് മാത്രം വലിയ സാധനമാണെന്ന് അറിയാമോ എന്നൊക്കെ ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരേ പോയി. ചേട്ടാ, ചേട്ടൻ അവിടെ നിന്ന് നടന്നു വന്നപ്പോഴേ ചേട്ടന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. ഓക്കെ, അത് ഈ ഇന്റർവ്യൂവിൽ വന്നിരിക്കുമ്പോ നമ്മള് ക്യാമറ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചോദിച്ചാൽ എങ്ങനെയുണ്ട് റെസ്പോൺസ് എന്ന് ചോദിച്ചപ്പോ, അയ്യോ ഞാൻ പ്രതീക്ഷിച്ചില്ല, അതിനും അപ്പുറത്തേക്കാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അലിൻ 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 അതെ. ഓക്കെ, അപ്പോ ആ സന്തോഷം ഇനിയും അങ്ങോട്ട് പോട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. സന്തോഷം കഴിഞ്ഞിട്ട് എനിക്ക് വേറെ സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് പോലെ കോള് ചെയ്തിട്ട് പറയും ഇനി എപ്പോ വന്നാലും കെട്ടിപ്പിടിക്കും, ഇനി എപ്പോ കണ്ടാലും ഒന്ന് കെട്ടിപ്പിടിക്കോട്ടാ, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഒരു കെട്ടിപ്പിടിച്ച ഒരിക്കലും പ്രതീക്ഷയില്ല. അലിൻ വന്നു കെട്ടിപ്പിടിച്ചപ്പോഴേ അത് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. കാരണം ആ സന്തോഷം കൂടാണ്ട് അത് ആക്ച്വലി ചേട്ടാ അത് ഉള്ളിൽ നിന്ന് വന്നാണ്, അത് മനസ്സിൽ നിന്ന് വന്നാണ്. കാര്യം നമ്മള് കഴിഞ്ഞ 3-4 ദിവസം, ഞാൻ പറഞ്ഞില്ലേ 3 ദിവസം കഴിഞ്ഞു ഈ സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ സിനിമ വിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മനുഷ്യന്മാരുടെ മനസ്സിന് എത്രത്തോളം ആ ഡയറക്ടർ മനസ്സിലാക്കി, ആൻഡ് നിങ്ങൾ ആർട്ടിസ്റ്റുകൾ എത്രത്തോളം നന്നായിട്ട് കൺസീവ് ചെയ്തു, എങ്ങനെ അത് ഡെലിവറി ചെയ്തു എന്നുള്ളത് അത് നിങ്ങളുടെ വിജയമാണ്. ആ വിജയത്തിന് പ്ലീസ് ഗൈസ് വലിയൊരു കൈയടി. ഓക്കെ ഓക്കെ.
ആൻഡ് താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനിയും ക്യാരക്ടർ റോൾസിൽ ഒരുപാട് ചേട്ടനെ കാണാൻ എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും, നമ്മുടെ ജനങ്ങൾ, അത് വ്യൂവേഴ്സിനെ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഐ എം ഷുവർ ചേട്ടൻ ഇത് മാർക്ക് ചെയ്ത് വെച്ചോ, വാഴ 2 മുന്നേയും ശേഷവും എന്ന രീതിയിൽ ചേട്ടന്റെ കരിയർ അടയാളപ്പെടുത്തപ്പെടട്ടെ. താങ്ക് യു താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. എന്തായാലും ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നു, ഇനിയും കാത്തിരിക്കും ഞാൻ. അത് തന്നെ. ഓക്കെ, താങ്ക് യു. ഒരുപാട് സന്തോഷം.